കാട്ടുതീ അണയ്ക്കാൻ അമേരിക്കയുടെ 18ാമത്തെ അടവ്. ഫോഴ്സ് ചെക്ക് സൊല്യൂഷൻസ് എന്ന പിങ്ക് പൗഡർ ഉപയോഗിച്ച് കാട്ടുതീ അണയ്ക്കാനുള്ള അശ്രാന്ത പരിശ്രമത്തിലാണ് അമേരിക്ക. ലോസ് ആഞ്ചൽസിന്റെ തെരുവുകൾക്കും മേൽക്കൂരകൾക്കും ഇന്ന് പിങ്ക് നിറമാണ്. ആളിപ്പടരുന്ന കാട്ടുതീയിൽ ഇല്ലാതായിക്കൊണ്ടിരിക്കുന്ന അമേരിക്കൻ പട്ടണങ്ങൾക്ക് സുരക്ഷയൊരുക്കാൻ ഈ പിങ്ക് പൊടിക്ക് സാധിക്കുമെന്നാണ് വിദഗ്ധർ പറയുന്നത്. ആകാശത്തു നിന്നും ഡ്രോണുകളും ഹെലികോപ്റ്ററുകളും ഉപയോഗിച്ചും ഭൂമിയിൽ നിന്ന് ടാങ്കറുകളുടെ സഹായത്താലും ലോസ് ആഞ്ചൽസിലേക്ക് ഈ പൗഡർ വിതറുന്നുണ്ട്. മണിക്കൂറിൽ 112 കിലോമീറ്റർ വേഗതയിൽ കാറ്റുവീശുമെന്ന മുന്നറിയിപ്പിൽ പരിഭ്രാന്തിയിലായ ജനങ്ങൾക്ക് ഒരാശ്വാസമാകുകയാണിത്. ശക്തമായ കാറ്റിൽ തീ കൂടുതൽ വ്യാപിക്കുന്നതിനും ഇനിയും കൂടുതൽ പ്രദേശങ്ങളിലേക്ക് ആളിപ്പടരുന്നതിനും കാരണമാകും. ഫോഴ്സ് ചെക്ക് സൊല്യൂഷൻസ് എന്നറിയപ്പെടുന്ന പിങ്ക് നിറത്തിലുള്ള ഈ രാസപദാർത്ഥത്തിന് ഒരു പരിധിവരെ കാട്ടുതീയെ പ്രതിരോധിക്കാൻ കഴിയുമെന്ന് അധികൃതർ വ്യക്തമാക്കുന്നു. 1960-കൾ മുതൽ തന്നെ US-ൽ ഉടനീളം തീ അണയ്ക്കാനുള്ള മാർഗമായി ഈ പിങ്ക് നിറത്തിലുള്ള രാസപദാർത്ഥം ഉപയോഗിച്ചു വരുന്നു. പെരിമീറ്റർ സൊല്യൂഷൻസ് എന്ന കമ്പനിയാണ് ഈ പദാർത്ഥത്തിന്റെ ഉൽപ്പാദകർ. അഗ്നിശമനോപാധിയായി ഇത് ലോകത്താകമാനം പ്രശസ്തമാണ്. ലോസ് ആഞ്ചൽസിൽ തീ പടർന്നുകൊണ്ടിരിക്കുന്ന സാഹചര്യത്തിൽ ആയിരക്കണക്കിന് ഗാലൻ ഫോഴ്സ് ചെക്ക് സൊല്യൂഷൻസ് ഇതുവരെയും ഇവിടെ ഉപയോഗിച്ചു കഴിഞ്ഞു. ഫോഴ്സ് ചെക്കിൽ ചേർത്ത ഡൈ തീ പടർന്നു പിടിക്കുന്നത് ഒരു പരിധിവരെ തടയുന്നു. മാത്രമല്ല, ഇതിന്റെ പിങ്ക് നിറം പദാർത്ഥം എവിടെയൊക്കെ വിതറിയിട്ടുണ്ടെന്നുള്ളതും അപകട സ്ഥലങ്ങൾ തിരിച്ചറിയുന്നതിനും അഗ്നിരക്ഷാ ഉദ്യോഗസ്ഥരെ സഹായിക്കുന്നു. പദാർത്ഥത്തിന്റെ പിങ്ക് നിറം അങ്ങനെ പെട്ടെന്ന് മാഞ്ഞു പോകുന്നതല്ല, ദിവസങ്ങളോളം അത് ശേഷിക്കുന്നു. ഈ പദാർത്ഥം തീ പിടിക്കുന്ന സമയത്തല്ല സ്പ്രേ ചെയ്യുന്നത്. തീപിടുത്ത സാധ്യത മുന്നിൽ കണ്ട് അപകട സാധ്യതയുള്ള സ്ഥലങ്ങളിൽ മുന്നേ തന്നെ പദാർത്ഥം സ്പ്രേ ചെയ്യുന്നു. അമോണിയം പോളിസൾഫേറ്റ് എന്ന രാസവസ്തുവാണ് ഇതിൽ അടങ്ങിയിരിക്കുന്നത്. വെള്ളം പോലെ പെട്ടെന്ന് വറ്റിപ്പോകില്ലെന്നുള്ളതും ഇതിന്റെ ഉപയോഗം എളുപ്പമാക്കുന്നു. അതുകൊണ്ട് തന്നെ ഏതു സമയത്തും ഇത് ഉപയോഗിക്കാൻ കഴിയുന്നു. ടാങ്കറുകൾ ഉപയോഗിച്ച് ഈ പൗഡർ കാട്ടുതീക്ക് സാധ്യതയുള്ള മേഖലകളിൽ വിതറുന്നത് തുടരുകയാണ്. തീ അണയ്ക്കാൻ വേണ്ടി കഴിഞ്ഞ ആഴ്ച ആയിരക്കണക്കിന് ഗാലൻ പൊടികൾ എത്തിച്ചതായാണ് അധികൃതർ അറിയിക്കുന്നത്. എന്നാൽ ഈ പൊടിയുടെ വ്യാപകമായ ഉപയോഗം പാരിസ്ഥിതിക പ്രശ്നങ്ങൾക്ക് കാരണമാകാറുണ്ടെന്ന് പറയപ്പെടുന്നു. പരിസ്ഥിതി പ്രവർത്തകർ മുന്നറിയിപ്പ് നൽകുന്നതനുസരിച്ച് ഇതിലടങ്ങിയിരിക്കുന്ന രാസവസ്തു ജലസ്രോതസ്സുകൾ മലിനമാക്കുന്നതിനും ആരോഗ്യ പ്രശ്നങ്ങൾക്കും കാരണമാകുന്നു. പക്ഷേ നിലവിലെ ലോസ് ആഞ്ചൽസിലെ സാഹചര്യത്തിൽ തീ അണയ്ക്കാൻ ഇതല്ലാതെ മറ്റു മാർഗങ്ങൾ അമേരിക്കൻ അധികൃതർക്ക് മുന്നിലില്ല. പടർന്നു പിടിക്കുന്ന കാട്ടുതീയെ പൂർണ്ണമായും നിയന്ത്രണത്തിലാക്കാൻ സാധിക്കാത്ത അമേരിക്കയെ സംബന്ധിച്ച് ഇത് ഏറ്റവും അവസാന മാർഗങ്ങളിലൊന്നാണ്. പാലിസേഡ്സിലും പരിസര പ്രദേശങ്ങളിലും തീ കൂടുതൽ ദൂരത്തേക്ക് വ്യാപിക്കുകയാണ്. മരണസംഖ്യ 65-ലെത്തി. നാശനഷ്ടങ്ങളുടെ കണക്ക് വളരെ വലുത്. 112 കിലോമീറ്റർ വേഗതയിൽ വരെ സാന്റാന കാറ്റുവീശുമെന്ന കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം മുന്നറിയിപ്പ് നൽകുമ്പോൾ അതീവ ജാഗ്രത കൈക്കൊള്ളേണ്ടത് അമേരിക്കയ്ക്ക് ഒരു വെല്ലുവിളി തന്നെയാണ്. ആ ശ്രമങ്ങളുടെ ഭാഗമായാണിപ്പോൾ പിങ്ക് പൗഡർ വിതറുന്നത്. അത് ഫലം കാണുമോ എന്നും മറ്റെന്തെല്ലാം പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കുമെന്നും കണ്ടു തന്നെ അറിയണം.